ബിഗ് ബോസ് വീട്ടിൽ ആളിക്കത്തുന്ന തീപ്പന്തം എന്ന് പറഞ്ഞു വന്ന ഷിജോ ഇന്നലെ ജാസ്മിനും ജിൻഡോയും നടന്ന കയ്യാങ്കളിയിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ലൈവിൽ അത് വ്യക്തമായി കാണിച്ചിട്ടുണ്ടായിരുന്നു. 2 സന്ദർഭങ്ങളിൽ ഷിജോ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന്, ജാസ്മിൻ ജിൻഡോയെ അടിക്കുന്ന സമയത്ത്. അത് നമ്മളെല്ലാവരും ശരിക്കും കണ്ടതാണ്. ആ സമയത്ത് ഷിജോ അതിൽ ഇടപെട്ടിട്ടുണ്ട്. ജാസ്മിൻ നിന്നെ അടിച്ചു എന്ന് പറഞ്ഞെങ്കിൽ നീ ഇന്നലെ ശരണ്യയെ ചെയ്തതിന് സമാധാനം പറ എന്നാണ് ഷിജോ പറഞ്ഞത്. ശരണ്യയുടെ കേസിൽ ഷിജോ എന്താണ് അറിയാൻ ആഗ്രഹിക്കുന്നത്? ശരണ്യയുടെ മുടി കയറി പിടിച്ചത് ജിൻഡോയല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലായി. ആ ഫിസിക്കൽ ടാസ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഗെയിമിൻ്റെ ഭാഗമാണ്. അത് മനസ്സിലാക്കണമെന്ന് ബിഗ് ബോസ് തന്നെ പറഞ്ഞതാണ്. ജിൻഡോയാണ് മുടി പിടിച്ച് ഭരിച്ചത് എന്നുള്ള യാതൊരു തെളിവും അവിടെ ഇല്ല തന്നെ. ഈ കാര്യവും പറഞ്ഞ് ഷിജോ എന്തിനാണ് ഇങ്ങനെ ചാടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും ചേർന്ന് ജിൻഡോയെ അടിക്കുന്ന സമയത്ത് ഷിജോയുടെ ഗുണ്ടായിസം, നീ ഇവിടെ നിന്ന് എഴഞ്ഞേ പോവുകയുള്ളൂ, മെഴുകിയേ പോവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഷിജോ ഡയലോഗ് അടിക്കാൻ നല്ല വ്യക്തിയാണ്, പക്ഷേ ഒന്നും നേരിൽ കാണിക്കുന്നില്ല. ഷിജോയുടെ ഈ ഒരു ഭാഗം മാത്രം ചേർന്നുള്ള പ്രവർത്തനം തീരെ ശരിയല്ല. ഷിജോക്ക് ഒന്നുമില്ലെങ്കിൽ 2 പേർക്കും എതിരായി സംസാരിക്കാമായിരുന്നു. നിങ്ങളെല്ലാവരും നിർത്ത്, ഞങ്ങൾക്കിവിടെ കിടന്നുറങ്ങണം എന്ന് പറയാമായിരുന്നു. നിങ്ങൾ ജയിലിൽ കയറി ഉള്ള സ്ഥലത്ത് മര്യാദയ്ക്ക് കിടന്നുറങ്ങിയിട്ടോ, ഞങ്ങളെ വെറുതെ ശല്യം ചെയ്യരുത് എന്ന് ഷിജോക്ക് പറയാമായിരുന്നു. അങ്ങനെയല്ലേ ഒരു മികച്ച ഗെയിമർ ചെയ്യേണ്ടത്.